പ്ലീസ് പ്ലീസ് ബഹളം ഉണ്ടാക്കില്ലേ ആറ്റ് നോച്ചുണ്ടായ ഒരു കാണിക്കാൻ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ഞെക്കി പൊട്ടിക്കല്ലേ. സുഖമില്ലാത്ത ആളാണേ. ഒന്ന് മാറില്ലേ. എന്തൊരു തിരക്കല്ലേ. ഗുരുവായൂരപ്പ, നിന്റെ മുന്നിൽ പാടാനാണ് എന്റെ മോൻ വന്നിരിക്കുന്നത്. ആ പാട്ട് കേട്ടോ നീ അവനൊരു ജീവിതം കൊടുക്കണം. ഞാനൊരു കാണിക്ക് കൊണ്ടാ വന്നിരിക്കുന്നത്. എനിക്കും ഒരു ജീവിതം തരണം. ബാലേന്ദ്രന്റെ അച്ഛനും ഞാനും തമ്മില് വർഷങ്ങളായിട്ടുള്ള ബന്ധ. എപ്പ ഗുരുവായൂർ വന്നാലും രാഘവൻ നായർ ഇവിടെ തങ്ങൂ. പാടാൻ സമയം കിട്ടിയോ? ഓ കിട്ടി. ഇന്ന് പാടായിരുന്നവരുടെ കൂട്ടത്തില് മുൻപന്തിയില് മുഖപരിചയമുള്ള ഒരു ശാസ്ത്രിയെ കണ്ടു. ഓ, ഞാൻ തൊഴുത് കാര്യം പറഞ്ഞപ്പോ ശാസ്ത്രി തന്നെ ഷീട്ട് മുറിപ്പിച്ചു തന്നു. ദേ, വഴിപാടാണെന്ന് കരുതി ഒരു വഴിപാട് രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലാവരുത്. നല്ല അസല് കീർത്തനം പാടണം. ആ കീർത്തനത്തിന്റെ പ്രകമ്പനം കൊണ്ട് ഗുരുവായൂരൊന്നങ്ങോട്ട് വിറയ്ക്കണം. വന്നു കയറുമ്പോ 2 പോലീസുകാരുണ്ടായിരുന്നില്ല, അവരെവിടെ പോയി? അമ്പുജാക്ഷൻ ഇവിടെ ഒരു ബന്ധുവീടുണ്ട്, ഓ. അവിടെ കിടന്നോളാന്നും പറഞ്ഞ് ഉമ്മച്ചനെയും കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെ ഭക്ഷണം അവിടെ തന്നെ ആവും. അതെ. എന്നാ പിന്നെ ഇത് മുഴുവൻ നമ്മൾ തന്നെ അങ്ങോട്ട് തീർക്കണം. ഇവിടെ ഈ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന യന്ത്രങ്ങളൊന്നുമില്ല. മതി. എന്തേ രാഘവൻ നായർ ഈ പാവക്കാത്തിയിൽ മാറ്റിവെച്ചത്? ഇതിനെ പാവയ്ക്കാത്തിലൊന്ന് വിളിക്കാതെ കാന്താരിത്തിയിലൊന്ന് വിളിക്കാ ഭേദം. എരിവ് സഹിക്കില്ല, എനിക്കത് പറ്റില്ല. എന്തേ? മുളകധികം കഴിച്ചാലേ താഴത്തെ കാവലെ ഭഗവതി വെളിച്ചപ്പെടും. ഇനി ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഷാരടി. ആ ഭഗവതിയുടെ തുള്ളൽ ഞാൻ നിർത്തി തരാം. പഥ്യത്തോട് മരുന്ന് കഴിക്കോ? മരുന്നല്ല, എന്ത് വിഷം വേണമെങ്കിലും കഴിക്കാം. എന്നാ പിന്നെ ഈ തീയിൽ സ്വല്പം കൂടെ ആയിക്കോട്ടെ. അയ്യോ.